അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ റമളാൻ അതിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ പിന്നിട്ട് രണ്ടാമത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കാരുണ്യവാനായ റബ്ബ് ഒക്കെയും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി, താല്പര്യത്തോടുകൂടി, ഈമാനോടുകൂടി റമളാനിൻ്റെ എല്ലാ നന്മകളും സ്വന്തമാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഏറെ അസ്വസ്ഥതയുണ്ടാക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ വാർത്തകളാണ്. ഗൾഫ് രാജ്യങ്ങളിൽ വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ കുളമ്പടി ശബ്ദങ്ങൾ കേൾക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന സൈനിക നീക്കവും ഇറാഖിൻ്റെ ചെറുത്തുനിൽപ്പും ആ 3 രാജ്യങ്ങളെ മാത്രമല്ല, അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളെ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും അസ്വസ്ഥതയുടെയും ഭയത്തിൻ്റെയും നിഴലിലേക്കാണ് തള്ളിവിടുന്നത്. യുദ്ധങ്ങൾ ഒരു കാലത്തും പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല. അത് ലോകം പല പ്രാവശ്യം അനുഭവിച്ച് മനസ്സിലാക്കിയതാണ്. പക്ഷേ എല്ലാ കാലത്തും യുദ്ധക്കൊതിയന്മാരായ ചിലരെങ്കിലും ഈ ഭൂമിയിലുണ്ടാവും. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രമായി വളരുകയും അമേരിക്കയെ പ്രതിരോധിക്കുന്ന, എതിർക്കുന്ന മറുചേരിയിലുള്ള രാഷ്ട്രങ്ങളൊക്കെ രാഷ്ട്രീയമായ കാരണങ്ങളാലും സാമ്പത്തിക കാരണങ്ങളാലും തകർന്നു പോവുകയും ചെയ്തപ്പോൾ അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാവുകയും അതോടൊപ്പം തന്നെ ഭീകരമായ രാജ്യമാവുകയും ചെയ്യുന്ന വാർത്തകളും വർത്തമാനങ്ങളുമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഒരുപാട് രാജ്യങ്ങളിൽ അമേരിക്ക കടന്നു കയറുകയും അവിടുത്തെ ഭരണകൂടങ്ങളെ തകർക്കുകയും അവിടെ അമേരിക്കൻ പാവ ഗവൺമെൻറ്റുകളെ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ അത്തരം രാജ്യങ്ങളിൽ നിന്ന് സാമ്പത്തികമായ കൊള്ള തുടരുകയും ചെയ്യുന്ന വർത്തമാനങ്ങളാണ് ലോകത്തെല്ലായിടത്തും പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഭീകര രാഷ്ട്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇസ്രയേൽ, ആ ഇസ്രയേലും അമേരിക്കയും കൂടി ചേരുമ്പോൾ അത് ഭീകരതയുടെ പുതിയ പര്യായങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ വൈകുന്നേരം തന്നെ ഇറാനിലെ ഒരു സ്കൂളിൽ ബോംബാക്രമണം നടത്തി 85ഓളം കുട്ടികൾ മരിച്ച് വെള്ള പുതച്ച അവരുടെ മയ്യത്ത് കണ്ടുകൊണ്ടാണ് ഇന്നലത്തെ സൂര്യൻ അസ്തമിക്കുന്നത്. ഇനി ഈ യുദ്ധം അവസാനിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിർത്തുകയോ വെടിനിർത്തുകയോ ഒക്കെ ചെയ്താലും അവിടെ മരിച്ചു വീണത് 10,000-ങ്ങളായേക്കും. തകർക്കപ്പെടുന്നത് കോടികൾ കൊണ്ട് മനുഷ്യന്മാർ കൊല്ലങ്ങൾ കൊണ്ടുണ്ടാക്കിയ അവരുടെ സംസ്കാരങ്ങളും അവരുടെ സമ്പത്തുമായിരിക്കും. യുദ്ധാനന്തര രാജ്യങ്ങളിൽ വർഷങ്ങളോളം നിലനിൽക്കുന്ന കൊടും പട്ടിണികൾ പരിഹരിക്കാനാവാത്ത ലോകത്തിൻ്റെ പ്രശ്നങ്ങളായി ഇന്നും ലോകത്തിൻ്റെ മുമ്പിലുണ്ട്. തീർച്ചയായും ഇറാൻ്റെയും യുദ്ധപ്രവർത്തനങ്ങളിൽ ഭീകരമായ ചില വസ്തുതകൾ കാണുന്നുണ്ട്. യുദ്ധവുമായി ഒരു ബന്ധവുമില്ലാതിരുന്നിട്ടും തങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള മുസ്ലിം രാഷ്ട്രങ്ങളെ ആക്രമിക്കുവാൻ ഇറാൻ തുനിഞ്ഞു എന്നത് എല്ലാവർക്കും മുമ്പിലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായിരുന്നാലും ആര് ജയിച്ചാലും ആര് തോറ്റാലും ഒരു യുദ്ധമെന്ന് പറയുന്നത് ലോകത്തിന് നൽകുന്നത് അവശതകളും വേദനകളും പ്രയാസങ്ങളും മാത്രമായിരിക്കും. യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും അത് ബാധിക്കുമെന്നതിന് വർത്തമാനകാല സംഭവങ്ങൾ കൃത്യമായ സാക്ഷികളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാജ്യങ്ങളിലെ ഏതൊരു പ്രതിസന്ധിയും നേരിട്ടും ഏറ്റവും ആദ്യത്തിലും ബാധിക്കുന്ന ഒരു രാജ്യമാണ്, ഒരു സമൂഹമാണ്, ഒരു സമുദായമാണ് നമ്മൾ. ഇന്നു രാത്രി നമ്മൾ കഴിച്ച ഭക്ഷണം പോലും ആ ഗൾഫ് നാടുകളിലെ വിയർപ്പിൻ്റെ ഉപ്പുരസമുള്ളതാണ് എന്നത് നമുക്ക് മറക്കാനാവുകയില്ല. നമ്മുടെ വീടുകളിലെ നമ്മുടെ പ്രിയപ്പെട്ട പലരും ആ രാഷ്ട്രങ്ങളിൽ ഇന്നലെ ഉറങ്ങാത്ത രാത്രികളായിരിക്കും അവർക്കുണ്ടാവുക. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അസ്വസ്ഥമായ കണ്ണു നിറയുന്ന മാതാക്കളും പിതാക്കളും പ്രിയപ്പെട്ടവരുമാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയും പെട്ടെന്ന് അവസാനിക്കണമെന്നത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. നമ്മുടെ രാജ്യം ഇന്ന് കാണുന്ന പുരോഗതിയിലേക്ക് എത്തിയതും നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക പുരോഗതിയുമൊക്കെ ആ രാജ്യത്തെയും ആ രാജ്യത്തെ ജനങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവർക്കൊക്കെ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾ, അവർക്കുണ്ടാകുന്ന ഏതൊരു പ്രയാസങ്ങളും അത് നമ്മുടെ കൂടി പ്രയാസങ്ങളാണ്, സങ്കടങ്ങൾ നമ്മുടെ കൂടി സങ്കടങ്ങളാണ്. അതിനുള്ള പരിഹാരങ്ങൾ തേടേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആരും പറഞ്ഞാൽ കേൾക്കാത്ത അമേരിക്കയും
അമേരിക്കയുടെ എല്ലാ സഹായവും കിട്ടുന്ന ഇസ്രായേലും അവർ ഒരുമിക്കുമ്പോൾ അവർക്കെതിരെ ചെറുവിരലനക്കാൻ പോലും ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള ലോക സംവിധാനങ്ങളൊക്കെ മടി കാണിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗം പ്രാർത്ഥനയാണ്. അദ്ദുആഉ സുലാഹുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ആയുധമാകുന്നു പ്രാർത്ഥന. യുദ്ധമോ യുദ്ധസമാനമോ ആയ കാലഘട്ടങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ആയുധം പ്രാർത്ഥനയാണ്. സർവശക്തനായ തമ്പുരാനോട് സമാധാനത്തിനു വേണ്ടി നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും, എല്ലാ സമയത്തെ പ്രാർത്ഥനകളിലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാവണം. നിരപരാധികളായ ആയിരക്കണക്കിന് ആളുകളാണ് വേദനയുടെ പ്രയാസത്തിൻ്റെ കൊടുംചുഴിയിലേക്ക് എറിയപ്പെടുന്നത്. അതിൽ വിദ്യാർത്ഥികളുണ്ട്, രോഗികളുണ്ട്, സ്ത്രീകളുണ്ട്, വൃദ്ധന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരും വലിയ പ്രയാസത്തിലേക്കാണ് വലിച്ചെറിയപ്പെടുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ നേതാക്കന്മാരൊക്കെ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ സർവശക്തനോട്. അല്ലാഹുവേ, ഈ യുദ്ധത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ആശ്വാസം നൽകണമേ റബ്ബേ. എത്രയും പെട്ടെന്ന് പോരാട്ടങ്ങൾ അവസാനിപ്പിച്ച് സമാധാനത്തിൻ്റെ പൊൻപുലരിയിലേക്ക് ആ നാടുകളും ലോകവും മടങ്ങുന്ന ദിവസങ്ങൾ ഏറ്റവും അടുത്തു തന്നെ ഈ ലോകത്തുണ്ടാകുന്ന വിധം അല്ലാഹുവേ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും നീ ആശ്വാസം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ മേഖലകളിൽ കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കടുത്ത അധ്വാനങ്ങൾ നടത്തുന്നവരാണ്. അവരുടെ ജീവിതം വലിയ പ്രയാസത്തിലായിരിക്കുന്നു, ഭയപ്പാടിലായിരിക്കുന്നു. അവരുടെ കുടുംബങ്ങൾ വലിയ പ്രയാസത്തിലായിരിക്കുന്നു. അല്ലാഹുവേ, ആശ്വാസം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നീ സഹായം നൽകണമേ റബ്ബേ. അതിക്രമകാരികളായ മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ നീ അർഹമായത് നൽകണമേ റബ്ബേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.